സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർത്ഥ് എന്ന 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണം, അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ആ മരണം കേരളത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയതിന് ശേഷം സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഈ ക്രൂരമായ പീഡനങ്ങൾ ആ ആത്മഹത്യയിലേക്ക് സിദ്ധാർത്ഥിനെ ഒരുപക്ഷെ നയിച്ചിട്ടുണ്ടാകാം. അഥവാ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ സിദ്ധാർത്ഥിനെ കൊലയ്ക്ക് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിൽ ആരോപണ വിധേയരായ പലരും ഒളിവിൽ പോയതാണ്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ്, പലരും ഒളിവിൽ പോയതാണ്. കുറേ ആളുകളെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകൾ ഇനിയും കിട്ടാനുണ്ട്. പ്രധാന പ്രതികളെ ഇന്നാണ് അറസ്റ്റ് ചെയ്തത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മളുടെ ഒരു സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആരും ഈ മരണം നടക്കുന്നത് വരെ ഈ പീഡനത്തെക്കുറിച്ച്, ഇത്രയും ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് പുറത്തേക്ക് ആരും ഒരു വിവരവും നൽകിയില്ല എന്നുള്ളതും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നില്ല. അവിടുത്തെ സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ള അധ്യാപകരിൽ നിന്നോ അനധ്യാപകരിൽ നിന്നോ ആരിൽ നിന്നും ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനത്തിന് അവിടുത്തെ ഒരു വിദ്യാർത്ഥി ആക്രമണത്തിന് വിധേയനായി എന്ന വിവരം പുറത്തേക്ക് വന്നില്ല എന്നതും ഞെട്ടിക്കുന്നതാണ്. മരണത്തിന് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിൽ ഗവർണർ ഇടപെടുന്നു. ഗവർണർ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനോടൊപ്പം കേരള ഗവർണർ ഒരു കാര്യം കൂടി പറയുന്നു. SFIയും PFIയും ചേർന്നാണ് അവിടെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് ഗവർണർ ആരോപിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുമ്പോൾ ഇതിനൊരു വർഗീയമായ തലം കൂടി കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയം കൂടി നിലനിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ സംഭവത്തിലേക്ക് മാത്രമായി ഈ ഇൻസൈറ്റിനെ പരിമിതപ്പെടുത്താം. നമുക്കിപ്പം ഉള്ളത് ഡോക്ടർ PJ വിൻസെൻ്റാണ്. കേരളത്തിലെ നിരവധി ക്യാമ്പസുകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, വിദ്യാർത്ഥികളുമായി അടുത്ത ബന്ധമുള്ള അധ്യാപകനാണ് അദ്ദേഹം. സ്വാഗതം ഡോക്ടർ PJ വിൻസെൻ്റ് ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഇത് പൊതുവിൽ റാഗിങ് എന്നുള്ള മട്ടിലാണ്, അതായത് റാഗിങ്ങിൻ്റെ ഭാഗമായി നടന്ന ആക്രമണം എന്നുള്ള മട്ടിലാണ് ഇതിനെ പൊതുവിൽ വിവരിക്കപ്പെടുന്നത്. ശരിക്കും റാഗിങ് ആണോ അതോ ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഗതിയാണോ? എന്താണ് സത്യത്തിൽ ഈ പൂക്കോട് നടന്നതെന്നാണ് ഇത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രാജീവ്, പ്രാഥമികമായി നമ്മൾ 1ാം വർഷ വിദ്യാർത്ഥികൾ, അതിൽ പുതുതായി ക്യാമ്പസിലേക്ക് വരുന്ന കുട്ടികളെ അവരെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി സീനിയേഴ്സ് നടത്തി വരുന്ന ചില കലാപരിപാടികളാണ് നമ്മൾ പൊതുവെ റാഗിങ് എന്ന് വിവക്ഷിക്കുന്നത്. അതേസമയം റാഗിങ്ങിന് സമാനമായ പീഡനം അത് ഏത് തലത്തിലും നടക്കാവുന്ന ഒന്നാണ്. അത് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളുടെ മേലെ പ്രയോഗിക്കുന്ന അത്യന്തം ഹീനമായ ഒരു അക്രമം, മാനസികവും ശാരീരികവുമായ അതിക്രമം, അത് സീനിയേഴ്സ് ജൂനിയേഴ്സിൻ്റെ മേലെ ഏൽപ്പിക്കുമ്പോൾ മാത്രമല്ല അത് റാഗിങ് ആകുന്നത്. ഇവിടെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട സിദ്ധാർത്ഥ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത്യന്തം സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കേരളം പോലെ നമ്മൾ നേടിയെടുത്ത വലിയ സാംസ്കാരിക പുരോഗതിയെയും മാനവികതയുടെ അളവുകോലുകളെയും ഒക്കെ റദ്ദാക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കൂ. ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. ഇതിനു മുമ്പും എത്രയോ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അത് രാഷ്ട്രീയ കാരണങ്ങളാലും അല്ലാതെ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലും ഒക്കെ മരണം സംഭവിച്ചു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഒരു കാര്യം, അത് സിസ്റ്റത്തിൻ്റെ തകർച്ചയാണ്. ഓരോ ക്യാമ്പസിനും ഒരു ക്യാമ്പസ് കൾച്ചറുണ്ട്. ഓരോ കോളേജിനും വ്യതിരിക്തമായ ഒരു ക്യാമ്പസ് കൾച്ചറുണ്ട്. അത് പൊതുസംസ്കൃതിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഓരോ ക്യാമ്പസിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ടാകും. ഇപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ തെഞ്ഞിപ്പാലം ക്യാമ്പസിലെ വിദ്യാർത്ഥി ബന്ധങ്ങളും അവരുടെ സർഗശേഷിയും അവരുടെ പോരാട്ട രീതിയും ആയിരിക്കണമെന്നില്ല തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലുള്ളത്. ഓരോ ക്യാമ്പസിനും വ്യത്യാസമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അത്യന്തം സങ്കടകരമായ അവസ്ഥ. അവിടെ ഈ സിദ്ധാർത്ഥിൻ്റെ കൂടെ പഠിക്കുന്ന 4 കുട്ടികൾ ഈ കേസിലുണ്ട്.
സീനിയേഴ്സ് ഉണ്ട്. വാർഡൻ MK നാരായണന് ഇത് അറിയാൻ സാധിച്ചിട്ടേ ഇല്ല. അഥവാ അറിഞ്ഞെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഡീനാണ് അദ്ദേഹം. ഹോസ്റ്റലിൽ സ്വാഭാവികമായിട്ടും വാർഡൻ ഉണ്ടാവും. ചില കോളേജുകളിലൊക്കെ റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുണ്ട്. ഇവിടെ റെസിഡൻഷ്യൽ ട്യൂട്ടർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോസ്റ്റലിൽ കുട്ടികളുടേതായ ഒരു കമ്മിറ്റി ഉണ്ടാവും. ഹോസ്റ്റൽ വാർഡൻ ഉണ്ടാവും, റെസിഡൻഷ്യൽ ട്യൂട്ടർ ഉണ്ടാവും, പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ. അവിടെ യൂണിവേഴ്സിറ്റിയാണ് രജിസ്ട്രാറും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, വൈസ് ചാൻസലറും. ഇങ്ങനെ അടങ്ങുന്ന ഒരു സംവിധാനം പൂർണ്ണമായി ഇത്തരത്തിലുള്ള ഒരു മാരകമായ കുറ്റകൃത്യം നടന്നിട്ട് നിസ്സംഗമായി പോയി എന്നുള്ളത് അത്യന്തം സങ്കടകരമായ വസ്തുതയാണ്. ഫെബ്രുവരി 14 ഈ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ അക്രമത്തിന് തുടക്കം കുറിച്ച് ഫെബ്രുവരി 18 മരണപ്പെട്ട നിലയിൽ ആ കുട്ടിയുടെ മൃതദേഹം ലഭിക്കുകയാണ്. കഴുത്തിലുണ്ടായിട്ടുള്ള മുറിവുകൾ അത് സ്വാഭാവികമായി ആത്മഹത്യ ചെയ്യുമ്പോൾ കഴുത്തിൽ കയറിട്ട് തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അച്ഛൻ്റെ കണ്ണീര് നമ്മൾ കേട്ടതാണ്. 3 ദിവസമായി അദ്ദേഹം ഭക്ഷണം പോലും ആ കുട്ടി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു സംഗതി അവിടെ നടന്നിട്ട് ഹോസ്റ്റൽ മേറ്റ് ആയിട്ടുള്ള ആരും പുറത്തേക്ക് വിവരം പറയുന്നില്ല. അവൻ്റെ സഹപാഠികളായിട്ടുള്ള കുട്ടികളാരും അതിനോട് പ്രതികരിക്കുന്നില്ല. അവിടുത്തെ വാർഡനോ അല്ലെങ്കിൽ ഹോസ്റ്റൽ സംവിധാനമോ ഇതറിയുന്നില്ല. അവൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നില്ല, യൂണിവേഴ്സിറ്റി അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഈ സിസ്റ്റം പൂർണ്ണമായിട്ട് ഇവിടെ പരാജയം എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു കോളേജിൽ ഒരു ഹോസ്റ്റലിനകത്ത് ഒരു കുട്ടി പീഡനത്തിന് വിധേയമായി 3 ദിവസത്തോളം പരസ്യമായി അവനെ മർദ്ദിക്കുന്നു, പല രൂപത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു. അത് ആ ക്യാമ്പസ് സമൂഹം ആദ്യം അറിയണം, വിദ്യാർത്ഥി സമൂഹം അറിയണം. ഇതാരും അറിയുന്നില്ല, അത് അപങ്കുരം തുടരുന്നു, അവസാനമാണ് ആത്മഹത്യ. ഇത് ഒരു സിസ്റ്റമിക് ഫെയിലിയറാണ്. സിസ്റ്റം ഇല്ലാതായിരിക്കുന്നു എന്നതാണ്. അതല്ലെങ്കിൽ മുഴുവൻ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായ മുഴുവൻ ആളുകളും കുറ്റവാളികളാണ് എന്ന് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇത്തരത്തിലൊരു സിസ്റ്റമിക് ഫെയിലിയർ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പൊതുസമൂഹം തീർച്ചയായിട്ടും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കുട്ടികളാണ് നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്നത്. അവരിപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിരിക്കണമെന്നില്ല. പല ആളുകൾക്കും പലതരത്തിലുള്ള ദുശ്ശീലങ്ങളുള്ളവരുണ്ട്. കുട്ടികളിൽ തന്നെ അത്തരം ദുശ്ശീലങ്ങളുള്ളവരെ കറക്റ്റ് ചെയ്യാനുള്ള മെഷീനറിയുമുണ്ട്. പലപ്പോഴും ഇന്നിപ്പോൾ ഈ പ്രതിപട്ടികയിലൊക്കെ കാര്യമായി വിമർശിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ ക്യാമ്പസിൽ പക്ഷേ കാണുന്ന ഒരു കാഴ്ച, പലപ്പോഴും ക്യാമ്പസിനെ നേരായി നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു സംഘമായിട്ട് പലപ്പോഴും SFI പ്രവർത്തകരെ ഞങ്ങൾ കാണുന്നു. അതൊരു വളരെ പോസിറ്റീവായ കാര്യമാണ്. കേരളത്തിൻ്റെ ക്യാമ്പസുകളെ ചലനാത്മകമായി നിലനിർത്തുവാൻ, പൊതുരാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുവാൻ, അതുപോലെ പൊതുസമൂഹത്തിന് ഭക്ഷണം കൊടുക്കാനും രക്തം കൊടുക്കാനും, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മെഡിക്കൽ കോളേജിൽ നിന്നോ ഒക്കെ ഒരു റെയർ ബ്ലഡ് ഗ്രൂപ്പ് വേണം എന്ന ആവശ്യമായ ഒരാൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം രക്തദാനത്തിന് മുന്നിട്ടിറങ്ങുന്നത് ആ കോളേജിലെ പ്രവർത്തകർ. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിലെ വളരെ പുരോഗമനപരമായൊരു പങ്ക് അവർ വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ SFIയുടെ ഉത്തരവാദിത്വം ഏറ്റവും വലുതാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അവർക്ക് ഈ കാര്യത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെക്കാൾ ഉത്തരവാദിത്വം. കാരണം അവരെ വളരെ ശ്രദ്ധാപൂർവം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി അവർക്ക് മാറാൻ സാധിക്കും. ആ പ്രതീക്ഷ തകർക്കുന്ന ഒരു സംഭവമായി ഒരു സംഭവം പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അത് വീഴ്ചയായിട്ടാണെങ്കിൽ പോലും ഒരു സംഭവം പോലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് SFI എന്ന സംഘടന അത് പുനർവിചിന്തനം നടത്തിയ മതിയാവും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വിഷയമല്ല. ഇന്ത്യയിലെ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന മാരകമായ ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്ന അക്രമോത്സുകതയെക്കുറിച്ച് പറയാതെ, അതായത് നമ്മുടെ പൊതുസമൂഹത്തിലെ പ്രായമായ നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന അക്രമത്തിൻ്റെ അളവിന് കയ്യും കണക്കില്ല. ഈ തോന്നിയവാസങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളുടെ കുട്ടികളോട് നിങ്ങൾ അഹിംസാവാദികളായിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? എന്തിനേറെ ഇന്ന് ലോകത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള
ജനകീയ മാധ്യമമാണ്, കലാരൂപമാണ് സിനിമ. ഇപ്പോൾ ഇറങ്ങുന്ന 1000 കോടിയും 500 കോടിയും നേടിയിട്ടുള്ള സിനിമകളിലെ അക്രമരംഗം സുബോധമുള്ള മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റുമോ? അത് രജനികാന്തിന്റെ ജയിലറാണെങ്കിലും ആനിമൽ എന്ന് പറയുന്നൊരു സിനിമയുണ്ടായി, കഴിഞ്ഞ തവണ ഇറങ്ങിയിട്ടുണ്ടായി, വലിയ ഹിറ്റായിരുന്നു, ബോളിവുഡ് ഹിറ്റായിരുന്നു. എന്തുമാത്രം അക്രമമാണ്. സലാർ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ പ്രഭാസിന്റെ സിനിമ, ഇങ്ങനെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള RDX അടക്കം, അത് അല്ലെങ്കിൽ പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ വലിയ വിപ്ലവകരമായ സിനിമയായി മാറിയ KGF, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അവർ വയലൻസിന്റെ അങ്ങേയറ്റത്തെ പ്രയോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ, ഒന്നുകിൽ ലാസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഈ സീരിയൽ കില്ലേഴ്സ് നായന്മാരായിട്ട് വരും, അല്ലെങ്കിൽ വ്യാപകമായ ഗോസ്റ്റ് സീരീസ് ആയിരിക്കും. ഇങ്ങനെ മനുഷ്യനെ അപമാനീകരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു സമൂഹമായി നമ്മൾ മാറി. പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലയും നമ്മൾ പലപ്പോഴും കണ്ടതല്ല. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യന് നേരെ ബോംബിട്ടിട്ട് നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. ലോകം നിശബ്ദമായി നോക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ അക്രമ പരതയുടെ പൊതുപശ്ചാത്തലമുണ്ട് ഉത്തരേന്ത്യയിലെ ആ പഞ്ചായത്തുകൾ പോകേണ്ടതൊക്കെ അനുഭവം അറിയില്ല. ഇത് മോബ് ലിങ്കിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആശയത്തിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരു സംഘം ഒരു വ്യക്തിക്ക് നേരെ പ്രയോഗിക്കുന്ന അക്രമമാണ്. എന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ ആ കോളേജ് എന്ന് പറയുന്ന സംഘം, ഒരു പഞ്ചായത്ത് എപ്പോഴും ഒരുമിച്ചായിരിക്കുന്നുണ്ടാവും. മോബ് ലിഞ്ചിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ആ ഒരു മനുഷ്യനെതിരായിട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ തന്നെ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് അത് ആഗോളാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ഉത്തരേന്ത്യയിൽ വളരെ സ്വാഭാവികമായി നടക്കുന്നതാണ്. കയ്യിൽ ബീഫ് ഉണ്ട് എന്ന ആരോപണം പറഞ്ഞാൽ മതി, ആരെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞാൽ മതി, ഇവൻ്റെ കയ്യിലിരിക്കുന്ന എന്നത് ബീഫാണെന്ന് പറഞ്ഞാൽ അവനെ അപ്പം തല്ലിക്കൊല്ലും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. അതൊരു ന്യൂ നോർമലായി മാറിയിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, അങ്ങനെ ആവുകയും ചെയ്യരുത്. നമ്മൾ വ്യത്യസ്തരായിരുന്നു, വ്യത്യസ്തരാണ്, ഇപ്പോഴുമാണ്. പക്ഷേ അങ്ങനെയുള്ള കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുണ്ടായി. അതിന് വിവിധ തലങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഒരു നമ്മൾ പെട്ടെന്ന് ഈ കാര്യങ്ങളുടെ ഇപ്പോൾ വലിയ ചർച്ചയാകും, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ആ രൂപത്തിലാകരുത്. ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. നമ്മുടെ ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന അക്രമപരതയെ ബോധപൂർവം പുറത്തു കൊണ്ടുവരാനുള്ള നിരന്തരമായ ഇടപെടൽ. മാഷെ, ഇത് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളും കോളേജിലൊക്കെ പഠിച്ചതാണ്. മാഷ നിരന്തരം കോളേജിൽ പഠനത്തിന് ശേഷവും ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു കോളേജിൽ ഇത്തരമൊരു സംഭവം, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും അത് പുറത്തേക്ക് വരാതിരിക്കുക, അവിടെ ഒരു കുട്ടി പോലും അത് പുറത്തേക്ക് പറയാതിരിക്കുക, അവിടുത്തെ ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള അധ്യാപകനാണെങ്കിലും ഡീനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അധ്യാപകനാണെങ്കിലും ആരും ഇതിനെക്കുറിച്ചും ഒന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക, ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ്. ഞങ്ങളെല്ലാം ക്ലാസ്സിലെത്തുന്ന, ഞങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന കുട്ടികളാണ്. അവരുടെ ഹോസ്റ്റലിലേക്ക് ദൈനംദിനം സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അവർ നമ്മളോട് പറയും. ഹോസ്റ്റലിൽ ഓരോ ദിവസവും ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി മാഷേ എന്നൊക്കെ പറഞ്ഞ് അത് ചില കാര്യങ്ങൾ നമ്മളോട് പറയും, ചില കാര്യങ്ങൾ ഒരു ടീച്ചറോട് പറയും. അപ്പോൾ അവരുടെ ഹോസ്റ്റൽ ലൈഫിൻ്റെ ഭാഗമായിട്ടും കോളേജിലെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും പലപ്പോഴും അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ ഇതൊക്കെ കുട്ടികൾ അധ്യാപകരുമായി ഷെയർ ചെയ്യാറ്. മാത്രവുമല്ല മറ്റു കാര്യങ്ങൾ, പൊതുകാര്യങ്ങൾ അവർ പറയും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പക്ഷേ അത് ഇത്തിരി ഗുരുതരമാണ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇൻഫർമേഷൻ പലപ്പോഴും അധ്യാപകർക്ക് കിട്ടുന്നത് അവരുടെ സഹപ്രവർത്തകരിൽ നിന്നോ സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ റൂമിൽ താമസിക്കുന്ന കുട്ടികളിൽ നിന്നോ ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒന്നും മറച്ചുവെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന ഉറച്ച വിശ്വാസമാണ്. കാരണം അവിടെ ഒന്നും അങ്ങനെ മറച്ചുവെച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് അറിയാതിരിക്കുക എന്നത് അസംഭാവ്യമാണ്. അറിഞ്ഞിരിക്കും. പക്ഷെ ഇവിടെ ഒരു SOS ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഒരു SOS അയക്കും. അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ പോലും ഈ കുട്ടിക്ക് പറ്റിയില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർ 2 ദിവസം കണ്ടില്ലെങ്കിൽ അന്വേഷിക്കില്ലേ? എന്താണ് അവൻ വരാത്തെന്ന് ചോദിക്കില്ലേ? ഫെബ്രുവരി 14 മർദ്ദനം തുടങ്ങിയതാണ്.
18-നാണല്ലോ ആ കുട്ടി ആത്മഹത്യ. ഇത്രയും ദിവസം അവൻ ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, എവിടെയായിരുന്നു? അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അന്വേഷണം നടത്തിയാലാണ് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് രാജീവ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇപ്പോൾ മാഷ് തന്നെ സൂചിപ്പിച്ചു, ക്യാമ്പസിൽ അല്ലെങ്കിൽ കോളേജിൽ എന്താണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക ആരെങ്കിലുമൊക്കെ അധ്യാപകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ഗൗരവമുള്ളതാണ് എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സംവിധാനം ഇവിടെയും അത് നടന്നിട്ടുണ്ടാകാം. അത് നടന്നതിന് ശേഷവും ഇത് പുറത്തേക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ക്യാമ്പസിൽ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ, യൂണിയൻ ഭാരവാഹികൾ, ഇവരൊക്കെ പ്രതിപട്ടികയിലുണ്ട്. 4 പേരെങ്കിൽ 4 പേർ അവർ പ്രതിപട്ടികയിലുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയമായ ഭയം അതാണോ ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിന് തടസ്സമായത്, അതോ അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയൊക്കെ സംഘടനാ സംവിധാനത്തിന് പുറത്ത് മറ്റു രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സാറിന് തോന്നുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണത്തിലേ അത് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് അറിയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ സംഘടനക്കകത്ത് തന്നെ ഒരു സംഘടനയിൽ അംഗമായിട്ടുള്ള മുഴുവൻ ആളുകൾ ഏകശിലാരൂപത്തിൽ ചിന്തിക്കുന്നവരല്ല. അവർ പല തരത്തിൽ ചിന്തിക്കുന്ന പല ആശയങ്ങളുള്ള ആളുകൾ. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അപ്പോഴേ വരും. അവനെ അടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അടിക്കണമെന്ന് പറയുന്ന 10 പേരുണ്ടെങ്കിൽ അടിക്കണ്ട എന്ന് പറയുന്ന ഒരു 5 പേര് അതിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് നടപ്പാക്കിയാൽ ഒരുപക്ഷെ ആ സംഘടനയ്ക്കകത്തുള്ള പല ആളുകളും ഇത്തരത്തിൽ ഒരാവേശത്തിൻ്റെ പുറത്തൊക്കെ തീരുമാനമെടുക്കുമ്പോൾ ഏത് സംഘത്തിലും വളരെ മക്യൂറായിട്ട് 1-2 ആരുണ്ടാവും. അപ്പോൾ അവരാണ് പെട്ടെന്ന് ഇടപെടുക, അത് പറ്റില്ല, അങ്ങനെ ചെയ്യരുത്, അവരാണ് അത്തരം കുട്ടികളുണ്ടാവും. അവർ അധ്യാപകരെ പറയും, അല്ലെങ്കിൽ പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ ക്യാമ്പസിലൊക്കെ ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവരോട് വിളിച്ചു പറയും, ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, അത് നമ്മൾ പരിഹരിക്കണം, അടിയന്തരമായതിൽ ഇടപെടണം. ഈ രൂപത്തിൽ ഇടപെടുന്ന ആളുകൾ എല്ലാ സംഘടനയിലുമുണ്ട്, എല്ലാ പാർട്ടിയിലുമുണ്ട്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമുണ്ട്. അതാണ് ചെക്ക് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഈ യൂത്തിൻ്റെ ഒരു ആവേശ തിരയിളക്കമായിരിക്കുമല്ലോ ഇത്തരം വിദ്യാർത്ഥി സംഘടനകളുണ്ടാവുക. ഒരുപക്ഷെ കേരളത്തിലെ പൊതു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മച്ചുറായിട്ട് പെരുമാറുന്ന വിദ്യാർത്ഥി സംഘടനയാണ് പല സന്ദർഭങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ക്ലാരിറ്റിയോടുകൂടി, മെച്യൂരിറ്റിയോടുകൂടി വിഷയങ്ങളിൽ ഇടപെടുന്നത് SFIയുടെ തന്നെ നേതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു. അതേസമയം വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന എത്രയും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതിന് രണ്ടിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഘടകങ്ങൾ ഈ സംഘടനയ്ക്കകത്ത് തന്നെ അവർ പൊതു ജനാധിപത്യ പ്രസ്ഥാനവുമായിട്ടും അവരോട് ആശയപരമായ ഐക്യം പുലർത്തുന്ന പുറത്തുള്ള ഐക്യമായിട്ടോ നിരന്തരം സംവദിക്കുകയും അത്തരം സംവാദങ്ങളിലൂടെ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുകയും പ്രശ്നങ്ങൾ മാരകമായി മാറാതിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. ആ രൂപത്തിലാണ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രവർത്തിക്കുന്നത്. അതിപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളോട് അഫിലിയേറ്റ് ചെയ്ത വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, മതസംഘടനകളുടെ ഭാഗമായിട്ട് എത്ര വിദ്യാർത്ഥി സംഘടനകൾ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളൂ. അവർ ക്യാമ്പസുകളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആശയപ്രകടനം നടത്തുന്നുണ്ട്. ഒരു ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. നമ്മൾ പൊതുവെ പറയുമ്പോൾ SFI, KSU, ABVP ഇങ്ങനെയൊക്കെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളെ മാത്രമേ പൊതുസമൂഹം പെട്ടെന്ന് കാണുകയുള്ളൂ. അത് മാത്രമല്ല, ധാരാളം മത സംഘടനകളുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ, ജാതി സംഘടനകളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അവരൊക്കെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരൊന്നും ഒറ്റപ്പെട്ട ഐലൻഡ്സ് അല്ല, ഒറ്റപ്പെട്ട ദ്വീപല്ല, തുരുത്തല്ല. അവരുടെ ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, മതസംഘടനകളുമായിട്ട്, ജാതി കൂട്ടായ്മകളായിട്ടൊക്കെ നിരന്തരം ആശയപരമായി ബന്ധപ്പെടുകയും അവരോട് ബന്ധപ്പെട്ടാണ് അവർ ഈ ക്യാമ്പസിനകത്തും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസസ് സ്വാഭാവികമാണ്. വളരെ ഒട്ടോണമസ് ആയിട്ട് ഒരു ക്യാമ്പസിനകത്ത് ഒരു സംഘം ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഒട്ടൊക്കെ അസംഭാവ്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അത് ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അത് ഉണ്ടായിട്ടില്ല. അതുണ്ടായില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടും അവൻ്റെ
ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ അധ്യാപകരോ വാർഡനോ ഇവരൊന്നും അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കൂ. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് തടയാൻ നിയുക്തരാണ്. അത് ഉത്തരവാദിത്വമുണ്ട്. അത്തരം ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അവർ ക്രിമിനൽ പ്രോസിക്യൂഷന് വിധേയമാവുക തന്നെ വേണം. അതൊരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. കാരണം അത് തടയേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകളാണ്. അതുകൊണ്ട് നമുക്കിപ്പോഴുള്ള ഒരു വിവരം വെച്ചിട്ട് അവരറിഞ്ഞിട്ടില്ല എന്നേ പറയാൻ സാധിക്കൂ. ഏതായാലും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡൻ അയാൾ ഈ ഒരു പയ്യനെ അവിടെ സീനിയേഴ്സോ അല്ലെങ്കിൽ ഒരു സംഘം ചേർന്നിട്ട് അവനെ അവിടെ മൃഗീയമായി തല്ലിക്കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് നടന്നോട്ടെ എന്നൊന്നും ആരും കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അറിഞ്ഞിട്ടില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ കുട്ടികൾ നടത്തിയിട്ടുള്ള ഈ ഈ അതിക്രമത്തെക്കാൾ വലിയ കുറ്റകൃത്യമായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ട്. അത് പരിഹരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട്, അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ ആവർത്തിക്കുന്നുള്ളതാണ് അപകടകരമായിട്ട്. ഇതിനപ്പുറത്ത് ഇപ്പോൾ ഈ ക്യാമ്പസുകളുമായി റിലേറ്റ് ചെയ്ത് ഈ സമീപകാലത്ത് വന്ന അക്രമ സംഭവങ്ങളിലൊക്കെ ഈ ക്യാമ്പസുകളിലെ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അതുമായി റിലേറ്റ് ചെയ്ത് ഉണ്ടായി വരുന്ന ചെറു മാഫിയ സംഘങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകളോ അല്ലെങ്കിൽ അതേക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയും അതൊരു ഘടകമായിട്ടുണ്ട് എന്ന് കരുതണോ? കാരണം വെച്ചാൽ ഇത്രയും ഭീകരമായ അതിക്രമത്തിന് മുതിരണമെങ്കിൽ എന്തെങ്കിലും ചെറിയ വൈരാഗ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാമ്പസിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പുറത്ത് ഇത്രയും ഗുരുതരമായ അതിക്രമത്തിന് മുതിരണമെങ്കിൽ അത് സാധാരണ നിലയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും രാജീവ് പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇത് നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യില്ലെന്ന്. നോർമലായിട്ടുള്ള ഒരാളുകൾക്ക് നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആവേശത്തിന് ഒരു അടി കൊടുത്തേക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു അക്രമ പ്രവർത്തനം നടത്തുമോ? സാധാരണ സുബോധമുള്ള മനുഷ്യർ അത് ചെയ്യില്ല. പെട്ടെന്ന് നമുക്കൊരു വികാര വിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് നമ്മൾ പ്രതികരിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് അതേ പ്രതികരണം കുറേ സമയം നിരന്തരമായി നമ്മൾ അതേ സ്റ്റേജിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് അബ്നോർമൽ. അതൊരിക്കലും നോർമാലിറ്റി അല്ല. അപ്പം അത്തരം ഒരു അബ്നോർമൽ ലെവലിലേക്ക് പോകുന്നതിന് പിന്നിൽ അത് ക്യാമ്പസുകളിൽ മാത്രമല്ല, സമൂഹത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ഗ്രാവിറ്റി എടുത്തു കഴിഞ്ഞാൽ എത്ര ഭീകരമാണ്. ചെറിയ കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ വാർത്ത 11 മാസം ചടിച്ച് കൊണ്ടിട്ട് അത് കുറ്റിക്കാട്ടിന് മനുഷ്യർക്കിട്ട് പോവുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചെറിയ കുട്ടികൾക്കും 1 വയസ്സ് ജനിച്ച ന്യൂ ബോൺ ചൈൽഡ് അങ്ങനെ നടക്കുന്ന അക്രമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു തരത്തിലും സ്വാഭാവികമായ മനോനിലയുള്ള ആളുകൾ ചെയ്യുന്നതല്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം. അപ്പോൾ ക്യാമ്പസുകളിലും ഇതിൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ട്. അതൊരു പക്ഷേ +2 ലെവലിലോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിലോ തൊട്ട് വരുന്നൊരു കാര്യമാണ്. അത് മാരകമായ രൂപത്തിലുള്ള കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം ക്യാമ്പസുകളിലുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവരെ എത്രയോ സമയം, അത് നോർമലല്ല. എന്താ ചെയ്യുന്നത് അവർ തന്നെ അറിയില്ല. ഇവർ ചെയ്യുന്നതെന്തൊന്നും ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അല്ലാതെ ഇത്തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിൽ ആഴത്തിൽ വേദിച്ചിട്ടുള്ള മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം, അത് ഈ മാജിക് മഷ്റൂമിൽ തുടങ്ങി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഒരു വലിയ ലോകം നമ്മുടെ മുന്നിൽ ഉണ്ടായി വന്നത്. നമ്മൾ നടത്തിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രചരണം, പ്രത്യേകിച്ച് പുകയിലേക്കും മദ്യപാനത്തിനുമെതിരെ നടത്തിയിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ചെറുപ്പക്കാർ എന്നതിനകത്തുനിന്ന് പിന്നോട്ട് പോയി എന്നുള്ള ഒരു വാസ്തവമാണ്. ഇന്ന് റോഡ് സൈഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ചെറുപ്പക്കാരെ ഒന്നും നമ്മൾ കാണില്ല. ബേവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിന്ന് മദ്യം വാങ്ങുന്ന ആളുകളുടെ ഒരു ശരാശരി പ്രായമെടുത്താൽ മധ്യവയസ്സ് കഴിഞ്ഞവരായിരിക്കും. ഒരു ചെറുപ്പക്കാർ നിന്ന് ക്യൂ നിന്ന് അത് കഴിക്കുന്നില്ല. അതേസമയം ഈ ചെറുപ്പക്കാർ അവർ മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചു. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ മണം അറിയും, പെട്ടെന്ന് അയാൾക്ക് അറിയാൻ പറ്റും, വാഹനം ഓടിക്കാൻ പറ്റില്ല, പോലീസ് പിടിക്കും, ലൈസൻസ് വലിയ പ്രശ്നമാണ്. അതുപോലെ
പുകവലിച്ച് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ കാണും. പിന്നെ ഇത് പുകയില ഉൽപ്പന്നങ്ങൾ കിട്ടാൻ പ്രയാസം, അതിൻ്റെ വിലയും ഭയങ്കരമാണ്. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടൊക്കെ അവർ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഉപേക്ഷിച്ചു. അതേസമയം വളരെ ചുരുങ്ങിയ ആ, മാർഗങ്ങളിലൂടെ, വളരെ എളുപ്പമുള്ള മാർഗങ്ങളിലൂടെ സിന്തറ്റിക് ഡ്രഗ്സുകൾ കിട്ടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. ഇത് ക്യാമ്പസുകളിൽ പ്രചരിപ്പിക്കാനുള്ള സംഘങ്ങൾ ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ മാഫിയ നെറ്റ്വർക്കിനോട് ചേർന്നിട്ടാണ് പലപ്പോഴും ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. അതുപോലെ ദേശവിരുദ്ധ ശക്തികൾ ആ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. ടെററിസവുമായിട്ട് ലിങ്കുള്ള ശക്തികൾ ഈ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്രിമിനൽ നെറ്റ്വർക്ക് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഒരു തവണ ഉപയോഗിച്ചാൽ പോലും പിന്നീട് പൂർണ്ണമായി ഇതിനടിമകളാക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സുകൾ പ്രചരിപ്പിക്കുക വഴി നമ്മുടെ യുവത പൂർണ്ണമായിട്ടും വഴിതെറ്റിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് മഹാ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും, അവരെ പിന്നീട് നോർമലായിട്ട് കൊണ്ടുവരാൻ. അതേസമയം നമ്മളുടെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് തന്നെ 1.5 ആണ്. എന്ന് വെച്ചാൽ 2 ആൾ മരിക്കുമ്പോൾ ഇവിടെ 1.5 ആളെ ബാക്കിയാവുന്നുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ യങ്സ്റ്റേഴ്സ് ഇല്ല, പുതിയ തലമുറയില്ല. അപ്പോൾ ഉള്ള തലമുറയാണെങ്കിൽ മഹാഭൂരിപക്ഷം വിദേശങ്ങളിലേക്ക് പോവുകയും ചെയ്യും. കുറച്ച് പേരാ നാട്ടിൽ നിൽക്കുന്നത്. ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകളിൽ ഈ രൂപത്തിൽ ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൂടെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെ അതിജീവിക്കും? അതുകൊണ്ട് ഒരു സംഭവം നടന്നു, ആ സംഭവത്തിൽ ഒട്ടനവധി ചേരി തിരിഞ്ഞ് രാഷ്ട്രീയ സംവാദത്തിലേക്കും രാഷ്ട്രീയ മുതലെടുപ്പിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ വാഗ്ദാവിളികൾ നടക്കും. അത് കഴിയുമ്പോൾ മറ്റൊരു സംഭവം വരുമ്പോൾ അതിൻ്റെ വിപണന സാധ്യതയുടെ പിന്നാലെ ആളുകൾ പോകും, ഇത് മറന്നു പോകും. ഇതാണ് ഈ ഡ്രാമ ഇങ്ങനെ റിപ്പീറ്റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒരു പ്രശ്നം കുറേ കാലം ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത പ്രശ്നം വരുമ്പോൾ നമ്മൾ അടുത്ത പ്രശ്നത്തിന് വേണ്ടി പോകും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടതെന്ന് വെച്ചാൽ അത് എവിടെയോ തുടങ്ങി എവിടെയോ ആയിട്ട് കിടക്കും. ഇനിയിപ്പോൾ ഏതോ ഒരു ഒരു വർഷം 10-15 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കോടതിയിൽ ഒരു വിധി വരിക. അപ്പോഴത്തേക്കും ഇതുകൊണ്ട് കാര്യം ഉണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അടുത്ത കഥ നമുക്ക് വരുന്നു. അച്ഛൻ്റെ ദുഃഖം നമ്മൾ കേൾക്കുന്നു, അമ്മയുടെ ദുഃഖം കേൾക്കുന്നു, ആ വികാരത്തോട് നമ്മൾ ഐക്യപ്പെടുന്നു, നമ്മൾ പൊട്ടിത്തെറിക്കുന്നു, നമ്മൾ കരയുന്നു, ഇതൊക്കെ ചെയ്യും. തൊട്ടടുത്ത ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഇത് ഉപേക്ഷിക്കും. അപ്പോൾ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകും. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ പ്രശ്നമായിട്ട് തന്നെ നിലനിർത്തി അടുത്ത പ്രശ്നത്തെ ആ പ്രശ്നവും പരിഹരിക്കില്ല, അത് ആ പ്രശ്നമായിട്ട് തന്നെ അവശേഷിപ്പിക്കും. മൂന്നാമതൊരു പ്രശ്നം വരുമ്പോൾ പിന്നീട് ആ പ്രശ്നത്തെ പിന്നിലായി നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നവും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ചാലഞ്ചസിനും എഫക്റ്റീവായ റെസ്പോൺസ് ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിച്ച് മുന്നേറുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്കില്ലാതെ പോയതിൻ്റെ ദുരന്തം കൂടിയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. റൈറ്റ്. അത് പറയുമ്പോൾ നമ്മൾ ഈ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം വലിയ രൂപത്തിൽ ക്യാമ്പസുകളിലുണ്ട്. അതൊരു പക്ഷേ പൂക്കോട് ക്യാമ്പസിനെ കുറിച്ച് ആക്ഷേപങ്ങൾ നേരത്തെ മുതൽ ഉണ്ട് താനും. അപ്പോൾ ഈ അവിടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, എസ് എഫ് ഐ മാത്രമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് അറിയേണ്ടതല്ലേ? ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ഒരു പ്രയാസമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്ക് ഇത് പോയേക്കാം. ഇത്തരം തിരിച്ചറിവും അതിനുള്ള പ്രതിരോധ പ്രവർത്തനം ഇതൊന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സംഘടനയും ഇതിലൊരു ഉത്തരവാദിത്ത സ്ഥാനത്ത് വരില്ലേ? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ സംഘടനയ്ക്ക്. അപ്പോൾ അതിലുള്ള ആളുകൾ ഇതിൽ പ്രതികളായോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രശ്നം ഇങ്ങനെ ഒരു സംഭവം ഒരു ക്യാമ്പസിൽ ഉണ്ടായാൽ അതുണ്ടാവാനുള്ള സാധ്യതയെപ്പോലും മുൻകൂട്ടി കണ്ട് അതിനെ ചെറുക്കേണ്ടുന്ന ധാർമ്മികവും പ്രത്യയശാസ്ത്രപരവുമായ ഉത്തരവാദിത്വമുള്ളത് സംഘടന എത്തിയാണെന്ന് ഞാൻ പറയും. അതിൻ്റെ മുദ്രാവാക്യം തെറ്റാതാണ്. ഈ ജനാധിപത്യ സൃഷ്ടിച്ചുകൊണ്ട് എത്ര ഉറക്കത്തെ വിളിച്ചുകൊണ്ടാണ് കുട്ടികൾ വെള്ളക്കൊടിയും കയറി നടന്നു. സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ വെള്ളക്കൊടിയല്ലേ കയ്യിലിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം, അവർക്ക് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ പറയാം. അപ്പോൾ ഈ ക്യാമ്പസിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്യേണ്ടത് ആ ക്യാമ്പസിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അവർ തന്നെയാണ്. അവർക്കത് പറ്റിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആ സംഘടന ആഴത്തിൽ ആത്മവിചാരം നടത്തേണ്ട കാര്യം തന്നെയാണ്.
റൈറ്റ്. വളരെയധികം നന്ദി ഡോക്ടർ പി ജെ വിൻസെൻ്റ് ഞങ്ങളോട് സംസാരിച്ചതിന്. പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വിവരങ്ങളും അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ്. അസ്വസ്ഥത ജനിപ്പിക്കുന്നത് ഒരു യുവാവിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ അതിനെ എങ്ങനെയാണ് എതിരിടാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം അവിടെ ശേഷിക്കുന്നു എന്നതിൽ കൂടിയാണ് ആ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഒരു പ്രശ്നത്തെ അതിൻ്റെ മൂലത്തിലേക്ക് പോയി അഡ്രസ്സ് ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം സിദ്ധാർത്ഥ് അവശേഷിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിനെയാണ് നമ്മൾ ഭയത്തോടെ നേരിടേണ്ടത് എന്ന് തോന്നുന്നു. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.